Hi dears, welcome to Salem Learning. Akil Namas ആണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം 3 എക്സാംസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി എഴുതാനായിട്ട് കുറെ എക്സാംസ് ഉണ്ട്. അതിൽ ബാക്കിയുള്ളതിൽ ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഇനി വരുന്ന ദിവസങ്ങളിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടും സൂപ്പർ 60 ആയിട്ടും മെഗാ മാരത്തോൺ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കും. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈവിന്റെ താഴെയും വീഡിയോസിന്റെ താഴെയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെങ്കിൽ എക്കണോമിക്സിലെ പ്രോബ്ലംസ് മാത്രം ഡിസ്കസ് ചെയ്യുമെന്നുള്ളത്. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് എക്കണോമിക്സിലെ പ്രോബ്ലംസ് മാത്രം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം +1 എക്കണോമിക്സ് നമ്മൾ 2 പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റും സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സും. അതിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഫുൾ തിയറി പോർഷൻ ആണ്. നമുക്ക് പ്രോബ്ലം വരുന്ന ഭാഗമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. അതിൽ തന്നെ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ 3 ചാപ്റ്റേഴ്സിലാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, കോറിലേഷൻ, ഇൻഡെക്സ് നമ്പേഴ്സ്. ഈ 3 ചാപ്റ്റേഴ്സിലാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറ്റ് ആക്കും ഏതൊക്കെ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം, എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, വിത്ത് എക്സാമ്പിൾ അതെങ്ങനെ സോൾവ് ചെയ്യണം ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് മീൻ, മീഡിയൻ, മോഡ് ഇതിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഒരുപാട് ഇക്വേഷൻസ്, ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഇക്വേഷൻസ് മാത്രമാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇക്വേഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും എങ്ങനെയാണ് മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കുന്നത്, അത് ഒരൊറ്റ മെത്തേഡ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐറ്റംസ് വെറുതെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് അറേഞ്ച് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ഓക്കെ, അതിൽ മീൻ കണ്ടുപിടിക്കുന്നത് σx/n. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് അതിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അതിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര ഐറ്റംസ് ഉണ്ട്, നമ്പർ ഓഫ് ഐറ്റംസ്, അതാണ് σx/n. ഇനി മീഡിയൻ കാണാൻ സൈസ് ഓഫ് n+1/2 ഐറ്റം, n+1/2 കണ്ടുപിടിക്കും. ആ ഐറ്റം ഏതാണോ എന്നുള്ളത് അതാണ് മീഡിയൻ. ദെൻ മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ സീരീസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റം. അപ്പൊ നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ സീരീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മീനും മീഡിയനും മോഡും എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നോക്കാം. σx/n ആണ്. ഈ എല്ലാ ഐറ്റത്തിന്റെയും ടോട്ടൽ നമുക്ക് എടുത്തപ്പോൾ 124 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 11 ഐറ്റം ആണുള്ളത്. സോ അത് ഡിവൈഡ് ചെയ്തു 11.27 എന്ന് നമുക്ക് മീൻ കിട്ടി. ഇനി മീഡിയൻ കാണുന്നതിന് മുൻപേ നമുക്കറിയാം തന്നിട്ടുള്ള സീരീസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. ചെറുതെന്ന് വലുതിലേക്കോ വലുതെന്ന് ചെറുതിലേക്കോ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശേഷം വേണം നമ്മൾ n+1/2 കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമുക്ക് 6th ഐറ്റം ആണ് മീഡിയൻ എന്ന് കിട്ടും. 6th ഐറ്റം ഇവിടെ 10 ആണ്. സോ മീഡിയൻ 10 ആണ്. ഇനി മോഡ് ഇവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റം 10 ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ 10 ആണ് മോഡ്. ഇനി നമ്മൾ നേരെ ഡിസ്ക്രീറ്റ് സീരീസിലേക്കാണ് പോകുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കും നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിൽ ഇക്വേഷൻ σfx/n ആണ്. ഡിസ്ക്രീറ്റ്സ് നമുക്കറിയാം ഒബ്സർവേഷൻ ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതിൽ ഒബ്സർവേഷനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സിഗ്മ എടുക്കണം. ദെൻ ഡിവൈഡഡ് ബൈ n. ഇവിടുത്തെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ സീരീസ് അല്ല, ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ദെൻ മീഡിയൻ കാണാൻ സൈസ് ഓഫ് n+1/2 ഐറ്റം, സെയിം ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടുത്തെ n നമ്പർ ഓഫ് ഐറ്റംസ് അല്ല, ടോട്ടൽ ഫ്രീക്വൻസി ആണ്. പിന്നെ മോഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഐറ്റം ഹാവിംഗ് ഹയസ്റ്റ് ഫ്രീക്വൻസി, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ഐറ്റം ഏതാണോ അതായിരിക്കും മോഡ്. അപ്പൊ നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. ഇവിടെ ഒരു ഡിസ്ക്രീറ്റ് സീരീസ് കൊടുത്തിട്ടുണ്ട്. മീനും മീഡിയനും മോഡും നമ്മൾ കണ്ടുപിടിക്കണം. സോ ആദ്യം മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കാം. σfx/n ആണ്. എഫ് ഇവിടെ ഉണ്ട്, എക്സ് ഇവിടെ ഉണ്ട്, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അതിന്റെ ടോട്ടൽ എടുക്കുന്നു. ഇനി n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആണ്. രണ്ടും കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, മീൻ കണ്ടുപിടിക്കുന്നു. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അതായത് ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. 14നോട് 18 ആഡ് ചെയ്യുന്നു, 32 കിട്ടുന്നു. 32നോട് 33 ആഡ് ചെയ്യുന്നു, 65 കിട്ടുന്നു. ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ഇവിടെ അവസാനം കിട്ടുന്നതാണ് n ടോട്ടൽ. സോ ആദ്യം നമ്മൾ n+1/2 കണ്ടുപിടിക്കുന്നു. അപ്പൊ നമുക്ക് 75.5th ഐറ്റം ആണ് മീഡിയൻ എന്ന് കിട്ടും. അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ 14 വരില്ല, 32 വരില്ല, 65 വരില്ല, 95 നമുക്ക് 75.5 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഏതാണോ അതായിരിക്കും മീഡിയൻ. 35 ആണ് ഇവിടെ മീഡിയൻ. ഇനി മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ഐറ്റത്തിനാണോ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അതായിരിക്കും മോഡ്. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 30 ആണ് മോഡ്. ഇനി നമ്മൾ കണ്ടിന്യൂസ് സീരീസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കുന്നത് നോക്കാം.
അപ്പൊ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുന്നത്? സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ ആണ് ഇക്വേഷൻ. ഇതിൽ എം എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. നമുക്കറിയാം കണ്ടിന്യൂസ് സീരീസ് ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി ആണ്. അപ്പൊ ഓരോ ക്ലാസ്സുകളുടെയും മിഡ് പോയിന്റിനാണ് നമ്മൾ എം വെച്ച് പറയുന്നത്. ഈ എമ്മിനെ നമ്മൾ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ ടോട്ടൽ എടുക്കുന്നു. ദെൻ ഇവിടെയുള്ള എന്നും ടോട്ടൽ ഫ്രീക്വൻസി തന്നെയാണ്. മീഡിയൻ കാണണമെങ്കിൽ ആദ്യം നമ്മൾ n/2th ഐറ്റം ആണ് കണ്ടുപിടിക്കേണ്ടത്, n+1/2 അല്ല. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടും. അതിനുശേഷമാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ മോഡ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഏതാണോ അതായിരിക്കും മോഡൽ ക്ലാസ്. അതിനുശേഷം നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഒരു കണ്ടിന്യൂസ് സീരീസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അതിന് എം ആണ് വേണ്ടത്. എം നമുക്കറിയാം ഓരോ ക്ലാസിന്റെയും നടുക്കിരിക്കുന്ന വാല്യൂ ആണ് മിഡ് പോയിന്റ്. അതിനുശേഷം ഈ എമ്മിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ടോട്ടൽ എടുക്കുന്നു, എഫിന്റെയും ടോട്ടൽ എടുക്കുന്നു, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുന്നു, മീൻ കണ്ടുപിടിക്കുന്നു. ദെൻ മീഡിയനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ശേഷം നമ്മൾ n/2 കണ്ടുപിടിക്കുന്നു. n/2 ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ മീഡിയൻ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടതുപോലെ തന്നെ ഏതാണോ ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് അതിന് നേരെയുള്ളതായിരിക്കും നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ശേഷം നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്, അതായത് 30 ആണ്. ദെൻ n/2 നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു, 47.5 ആണ്. ദെൻ സി എഫ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുന്നേ ഉള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ദെൻ ഇവിടെയുള്ള എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീഡിയൻ ക്ലാസിന്റെ തന്നെ ഫ്രീക്വൻസി ആണ്. ഇനി ഇവിടെയുള്ള എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ ആണ്. ഇതിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മീഡിയൻ കിട്ടുന്നു. ഇനി മോഡിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഏതാണോ അതാണ് മോഡായിട്ട് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ മോഡൽ ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ശേഷമാണ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരുന്നത് L+D1 ഡിവൈഡഡ് ബൈ D1 + D2 × H. ഇവിടെ L എന്ന് പറയുന്നത് മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. D1 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും തൊട്ടു മുന്നേ ഉള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസിയും തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഇതിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോഡും കിട്ടും. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കുന്നത്. ഈ ചാപ്റ്റർ നമുക്കറിയാം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുള്ളത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. കണ്ടിന്യൂസ് സീരീസ് എന്നിട്ട് മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കാനായിട്ട് പറയും. ഇനി നമുക്ക് പ്രോബ്ലം വരുന്നത് കോറിലേഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്കറിയാം കോറിലേഷനിൽ നമുക്ക് കാൽപിയേഴ്സും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും സ്പിയർമാൻ റാങ്ക് കോറിലേഷനും ആണ് പഠിക്കാനുള്ളത്. പക്ഷെ ഈ രണ്ട് പോർഷൻസും ഈ ചാപ്റ്ററിൽ ഡിലീറ്റഡ് ആണ്. പക്ഷെ നിങ്ങളുടെ സ്കൂളിലൊക്കെ ചിലപ്പോൾ ഇത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം ചിലർക്കൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. എന്നാലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ആദ്യം നമ്മൾ കാൽപിയേഴ്സൻസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറെ മെത്തേഡ് ഉണ്ട്, പക്ഷെ ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇക്വേഷൻ കാണുമ്പോൾ അത് വലിയ ഇക്വേഷൻ ആയിട്ട് തോന്നും, പക്ഷെ ടെൻഷൻ അടിക്കേണ്ട, മെത്തേഡ് ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, n sigma xy minus sigma x into sigma y divided by root of n sigma x square minus sigma x whole square into root of n sigma y square minus sigma y all square. അപ്പൊ നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സും വൈ. നമുക്ക് എക്സ് വൈ വേണം, അതിന്റെ സിഗ്മ വേണം, എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം, ഇതിന്റെ എല്ലാത്തിന്റെയും സിഗ്മയും നമുക്ക് വേണം. ഇതൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെത്തേഡിലേക്ക് വരാം. n എന്ന് പറഞ്ഞാൽ എത്ര ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു? 10 ഐറ്റംസ് ആയിരുന്നു. സോ 10 ഇൻറ്റു എക്സ് വൈയുടെ സിഗ്മ നമ്മൾ കണ്ടുപിടിച്ചതാണ്, അതിവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ എക്സിന്റെ സിഗ്മ കണ്ടുപിടിച്ചു, വൈന്റെ സിഗ്മയും കണ്ടുപിടിച്ചു, അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നേരെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ദെൻ n സിഗ്മ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ സിഗ്മ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ സിഗ്മ എക്സിന്റെ ഹോൾ സ്ക്വയർ 350 ആയിരുന്നല്ലോ സിഗ്മ എക്സ്, അതിന്റെ സ്ക്വയർ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ സോൾവ് ചെയ്ത് അവസാനം നമുക്ക് കോറിലേഷൻ കിട്ടും, ആർ വാല്യൂ കിട്ടും. അപ്പൊ ഈ R കിട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് -1ന്റെയും +1ന്റെയും ഇടയിലായിരിക്കണം. ഇനി അടുത്ത മെത്തേഡാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 1 - 6 sigma d² divided by n³ - n. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റാങ്ക് കൊടുത്തിട്ടില്ല, റാങ്ക് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്കറിയാം റാങ്ക് ഇടാനായിട്ട് ഏറ്റവും വലിയ വാല്യൂന് 1 കൊടുക്കുക, സെക്കൻഡ് ലാർജസ്റ്റിന് 2 കൊടുക്കുക, അങ്ങനെ നമ്മൾ റാങ്ക് ചെയ്ത് പോവുക. 2 ഐറ്റത്തിനെയും അതുപോലെ റാങ്ക് ചെയ്യുക. ഈ റാങ്ക് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ d എന്ന് പറയുന്നത്. പിന്നെ d² കാണണം, അതിന്റെ സിഗ്മയാണ് സിഗ്മ d². ഇനി നേരെ നമ്മൾ ഇക്വേഷനിലേക്ക് വരുവാണ്. 6 ഇൻറ്റു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുള്ള സിഗ്മ d². എന്ന് പറഞ്ഞാൽ അവിടെ 5 ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നേരെ നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് റാങ്ക് കോറിലേഷൻ കിട്ടുന്നു. ഇനി നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സ് കോറിലേഷൻ, ഇത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഒരൊറ്റ എക്സാമ്പിൾ വരാൻ സാധ്യത വളരെ കുറവാണ്. സ്കാറ്റർ ഡയഗ്രം ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉറപ്പായിട്ടും വരാൻ പോകുന്ന ചോദ്യം. ഇനി ഇൻഡെക്സ് നമ്പർ ആണ് നമുക്ക് അവസാനമായിട്ട് പ്രോബ്ലം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇൻഡെക്സ് നമ്പറിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ടതാണ്
സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് മെത്തേഡ്. അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. അപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബേസ് പീരീഡ് പ്രൈസ് ആണ് P0, കറന്റ് പീരീഡ് പ്രൈസ് ആണ് P1. അത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇവിടെ കൊടുത്തു P1ന്റെയും P0ന്റെയും സിഗ്മ നമുക്ക് വേണം, കാരണം നമ്മുടെ ഇക്വേഷൻ ഇതാണ് സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു, സോൾവ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇത് 3 മാർക്കിന് വരാൻ നിർബന്ധമായും വരുന്ന ചോദ്യമാണ്. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾ വെയ്റ്റഡ് പഠിച്ചു വെക്കുക. വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് സാധ്യത കുറവാണ്, എന്നാലും വരാറുണ്ട്. 2 മെത്തേഡ്സ് ഇതിലുണ്ട്. അതിൽ ലാസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ബേസ് പീരീഡ് ക്വാണ്ടിറ്റീനെ ആണെങ്കിൽ പാസ്കി ബേസ് ചെയ്തിട്ടുള്ളത് കറന്റ് പീരീഡ് ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ഇങ്ങോട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ അഗ്രിഗേറ്റീവിൽ പഠിച്ച അതേ ഇക്വേഷൻ ആണ്. ബാക്കിയുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പാസ്കി ബേസ് ചെയ്തിട്ടുള്ളത് കറന്റ് ആണെങ്കിൽ ലാസ്റ്റ് പെയർ ബേസ് ചെയ്തിട്ടുള്ളത് ബേസ് പീരീഡ് ക്വാണ്ടിറ്റി ആണ്. ദെൻ ഇനി ഇവിടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഏതാണോ തന്നിട്ടുള്ളത്, നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഏത് മെത്തേഡ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. ഇവിടെ രണ്ടും കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ 2 മെത്തേഡിലും സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് P1 Q0 വേണം, P0 Q0 വേണം, ലാസ്റ്റ് പെയർ കണ്ടുപിടിക്കാം. P1 Q1ഉം P0 Q1ഉം വേണം നമുക്ക് പാസ്കി കണ്ടുപിടിക്കാം. എല്ലാത്തിന്റെ സിഗ്മയാണ് നമുക്ക് ആവശ്യം. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 2 മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരേ ആൻസർ ആണ് കിട്ടുന്നത്. സോ ഏത് മെത്തേഡ് എടുത്താലും കറക്റ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ മെത്തേഡ് സെലക്ട് ചെയ്യാനായിട്ട്. ദെൻ അവസാനമായിട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനും കൂടി ഈ ചാപ്റ്ററിലുണ്ട്. അങ്ങനെ എക്സാമിന് വരാറില്ല, എന്നാലും ചില വർഷങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത് പോവാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സിഗ്മ WR ഡിവൈഡ് ബൈ സിഗ്മ W. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ സിഗ്മ WR, അതിൽ W എന്ന് പറഞ്ഞ വെയിറ്റ് ആണ് നമുക്കറിയാം, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. R എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P1 ബൈ P0 ഇൻറ്റു 100 ആണ് R. അപ്പൊ ഓരോ P1നെയും P0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ ഐറ്റത്തിന്റെയും R കണ്ടുപിടിക്കുന്നു. ഈ R-നെ W കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന്റെ സിഗ്മയാണ് സിഗ്മ WR. ദെൻ ആ Wയുടെ ടോട്ടൽ ആണ് സിഗ്മ W. ഇത് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കിട്ടുന്നു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എക്കണോമിക്സിലെ പ്രോബ്ലം പാർട്ടിൽ വരാൻ സാധ്യതയുള്ള ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ്. ഇത് നിങ്ങൾ നിർബന്ധമായും നോക്കി വെക്കുക. ഈ ഇക്വേഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് ഡയഗ്രാംസും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ സൂപ്പർ 60 വരുന്നുണ്ട്, മെഗാ മാരത്തോൺ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും ലൈവിലൊക്കെ ജോയിൻ ചെയ്യാം. നമുക്ക് സെറ്റ് ആക്കാം, എക്കണോമിക്സ് സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. സോ ഓൾ ദി ബെസ്റ്റ്.